വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ചട്ടി പൊറാട്ടയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഉപ്പ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് 3 തക്കാളി, 4 പച്ചമുളക്, 5-8 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 2 വെല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെല്ലുള്ളി ഇതേപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പിടിയോളം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അരപ്പ് ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പൊക്കെ വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ബീഫിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമ്മുടെ ബീഫൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും, 1 ടീസ്പൂണ് ഗരം മസാലയും, 1 ടേബിൾ സ്പൂണ് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ വറ്റി വന്നിട്ടുണ്ട്. കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ബീഫിൻ്റെ കറിയാണ്. റോസ്റ്റാക്കിയിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചപ്പ് പൊതിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബീഫ് കറി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ 1 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതേ ചട്ടിയിൽ തന്നെ ബീഫ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ കൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി ഓരോ പൊറാട്ട എടുത്തിട്ട് തേങ്ങാപ്പാലിലൊന്ന് മുക്കിയിട്ട് വാഴയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനും ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്ന തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വാഴയിലയിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊരു 10 മിനിറ്റ് നേരം ദം ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊരു കനം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൊറാട്ടയ്ക്ക് ദമ്മായി വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. കൈ വെച്ച് കുഴക്കാൻ വയ്യ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.